അങ്ങനെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രെഡിൽ ഡെട്ടുവാൻ കാര്യത്തിന് ഫ്രാങ്ക്ലിൻ കാര്യത്തിന് അറ്റാക്ക് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചിട്ട് പറഞ്ഞു തരാം. പൈസ അപ്പൊ നമ്മൾ പുതിയൊരു ബിസിനസ്സും കാര്യം തുടങ്ങി. അപ്പൊ അതിനായിട്ട് നമ്മൾ സ്ഥലം കാര്യത്തിന് വേങ്ങി. അപ്പൊ അത് നിങ്ങൾക്ക് കാണിച്ചാൽ നമ്മൾ ആ സ്ഥലത്തും കാര്യത്തിന് പോകണം. അപ്പൊ അവിടെ ഫാമും കാര്യത്തിന് നമ്മൾ തുടങ്ങാനുള്ള പ്ലാനും കാര്യത്തിന്. അപ്പൊ ഇതിൽ നമ്മൾ വെറുതെ നിൽക്കുന്ന സമയത്ത് ആ ഫാമും കാര്യത്തിന് പോകാന്ന് വിചാരിച്ചു ആ സ്ഥലം കാര്യത്തിന് കാണിച്ചില്ല. പക്ഷെ അപ്പൊ ആ സ്ഥലം കാര്യത്തിന് ഇവിടെ ആയിട്ട് ബൈക്ക് നിർത്തുന്ന സ്ഥലം കാര്യത്തിന് പോയിട്ടുണ്ട്. ഇപ്പൊ നിർത്തിക്കാണ്ട് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഈ ബൈക്ക് നിർത്തുന്ന സ്ഥലം കുറച്ച് ഒരു 5 ഏക്കർ സ്ഥലം മാത്രം നമ്മൾ മേങ്ങിയിട്ടില്ല. ഈ കാണുന്ന ചുറ്റുപാട്ട് മാത്രം മേങ്ങിയിട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ മേങ്ങിയതാണ്. അപ്പൊ ഇവിടെ ചെറിയ മാതിരി നമുക്ക് ഫാമും കാര്യത്തിന് തുടങ്ങണം. അപ്പൊ ഫാം തുടങ്ങാനായിട്ട് മുന്നേ നമ്മളിവിടെ സോമിങ് കാര്യത്തിന്. അപ്പൊ സോമിനോട് അനുവാദം ചോദിച്ചിട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. അത് സമ്മതം തന്നാൽ മാത്രം തുടങ്ങിയിട്ട് കാര്യം. എന്നാലും നമുക്ക് നേരെ ഭാഗ്യം കാര്യങ്ങൾ അത്ര ഉണ്ടാവും. അപ്പൊ അതിനോട് ചോദിച്ച കാര്യത്തിന് പോലെ ബൈക്ക് എടുത്തേണ്ടേ നമ്മൾ 5 ഏക്കർ സ്ഥലം മാത്രം മേടിക്കും. നമുക്ക് അത് ചെറുതായിട്ട് തുടങ്ങാം. പിന്നെ നമുക്ക് നേരെ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫാമിൽ വലിയതാക്കാണ്ട് നമുക്ക് സെന്റും കാര്യത്തിന് മേങ്ങാണ്ട് വലുതാക്കാൻ പറ്റുന്നെങ്കിൽ സോമിങ് കാര്യത്തിന് നിൽക്കുന്ന വില്ലേജ് ഏരിയയും കാര്യത്തിന്. അപ്പൊ അവർക്ക് പോകണം. അപ്പൊ അവിടുത്തെ ഏത് റൂമെന്ന് കാര്യത്തിന് അറിഞ്ഞ് നമുക്ക് നേരെ പോയി നോക്കിയാൽ മനസ്സിലാക്കി. അപ്പൊ നമുക്ക് ലീക്കും കാര്യത്തിന് കിട്ടിയത് ഇവിടെ ആയിട്ട് ഞാൻ പറഞ്ഞത് രണ്ടാമത് ചോപ്പുള്ളതാന്ന് പറയാം. പക്ഷെ അപ്പൊ ആ ചോപ്പുള്ള വീടും കാര്യത്തിന് ഇതാണ്. അപ്പൊ നമുക്ക് ബൈക്ക് കാര്യത്തിന് ഇവിടെ നിർത്തിയാൽ നടന്ന് പോയേക്കാം. അപ്പൊ അത് പറഞ്ഞ ാണ്. അപ്പൊ അത് പറഞ്ഞാൽ നമ്മൾ തുടങ്ങാൻ പറഞ്ഞിട്ട് അവിടെ നമുക്ക് തുടങ്ങാൻ പറ്റണമെങ്കിൽ നല്ല നല്ല ആൾക്കാർ അതേപോലെ നല്ല ആൾക്കാർ സാധനം എങ്ങനെയും കാര്യത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കി വെക്കാൻ ആൾ വന്നിട്ടില്ല. പക്ഷെ ആളും കാര്യത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് പറഞ്ഞു നമ്മളോടൊക്കെ തുടങ്ങാൻ പറഞ്ഞു എന്തൊരു നല്ല തുടങ്ങാനുള്ള സാധനം കാര്യത്തിന് അതേപോലെ എല്ലാവരും കച്ചവടം കാര്യത്തിന് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഫാം രീതിയിൽ തുടങ്ങാൻ നമ്മളോടൊക്കെ പറഞ്ഞു. നമുക്ക് കുറച്ച് പണിയും കാര്യത്തിനുണ്ട്. അപ്പൊ നമുക്ക് നേരെ ജുറാസി പാർക്കിൽ നിന്ന് പോയാണ്ട് കുറച്ച് നമുക്ക് മരത്തിന്റെ കഷ്ണം കാര്യത്തിന് ഇത് മരമായിട്ട് തുടങ്ങണം ഫാമും കാര്യത്തിന്. അപ്പൊ ഇത് ഉണ്ടാക്കാൻ നമ്മൾ ഒരാൾക്കാരെയൊക്കെ ഏൽപ്പിച്ചോളൂ 2 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. പക്ഷെ ജുറാസി പാർക്കിൽ നിന്ന് ഓർക്ക് സാധനം എടുത്ത് കൊടുത്താൽ അപ്പൊ നമ്മൾ ജുറാസി പാർക്കിൽ നിന്ന് എടുത്ത് കൊടുക്കാന്നൊക്കെ കേട്ടു. പക്ഷെ ഓർക്ക് എടുത്തോട്ട് 2 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കി തരാന്ന് ഫാമും കാര്യത്തിന്. അത് മുറിച്ചാൻ വേണ്ടിയിട്ട് ഒരു ആയുധം കാര്യത്തിന്. അപ്പൊ അത് ചലഞ്ച് ചെയ്താൽ മാത്രമേ ആയുധം കിട്ടുള്ളൂ. അപ്പൊ ആ ആയുധം ഏറ്റവും നമ്മൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമ്മൾ സോമിജും കാര്യത്തിനും പറഞ്ഞത്. അപ്പൊ ആ ആയുധം എടുക്കാൻ നമ്മൾ ഒരു ചലഞ്ചും കാര്യത്തിനും ചെയ്താണ്. അപ്പൊ ഇത് ഫുൾ ആക്കാൻ മാത്രമേ ആയുധം കിട്ടുള്ളൂ. കുറച്ച് റിസ്ക്കും കാര്യത്തിനും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇത് ഏറ്റെടുത്താണ് ആയുധം വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ് ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞു സ്വാമിജി. അപ്പൊ നമ്മൾ അത് പറഞ്ഞ് കേൾക്കണമെന്നുള്ള അപ്പൊ എന്തെങ്കിലും ആയുധം ആളെടുത്ത് ചെയ്തിട്ട് കാര്യമില്ല നമ്മളോട് പറഞ്ഞ്. നമ്മളെ അടുത്ത് കുറെ ആയുധം കാര്യത്തിന്. അപ്പൊ അതായിട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്തായാലും നമ്മള് 5:45 ഇവിടെ എത്തി. അപ്പൊ എന്തായാലും കുറച്ച് ടാസ്കും കാര്യത്തിന് ഇവിടുന്ന് കണ്ടിട്ട് അപ്പൊ നമ്മളിത് ഇങ്ങനെ പോകണ്ട്. കുറച്ച് ടാസ്കും കാര്യത്തിന് നമ്മൾ എന്തായാലും കുഴപ്പമില്ലാതെ ബൈക്ക് എടുത്തോണ്ട് നന്നായി. ഇവിടെ കുറച്ച് ടാസ്കും കാര്യത്തിന്. അപ്പൊ എന്തായാലും അവിടുന്ന് കഴിച്ചിലേക്ക് അപ്പൊ ഇവിടെ റാമ്പും കാര്യത്തിന്. അപ്പൊ ബാക്ക് എടുത്താണെങ്കിൽ റാമ്പും കാര്യത്തിന് ചാടാന്ന് വിചാരിച്ച് റാമ്പും ചാടിയിട്ട് അപ്പുറത്ത് ഒരു വേസ്റ്റ് ബിന്നും കാര്യത്തിന് സംഭവം തോന്നുന്നത്. അപ്പൊ അതിൽ വേസ്റ്റ് ബിന്നിന്റെ മോൾക്കും കാര്യത്തിന് കയറി. പക്ഷെ ഇവിടെ കുറെ വേസ്റ്റ് ബിന്നും കാര്യത്തിന് ഇവിടെ പോകാൻ ടാസ്ക് ഒന്നും എന്നാലും കുഴപ്പമില്ല. ഒരു വേസ്റ്റ് ബിന്നും കാര്യത്തിനുണ്ട്. പക്ഷെ ഇവിടെ നല്ല പുറത്തേക്ക് വീണാൽ തന്നെ ഒക്കെ കഴിഞ്ഞിട്ട് അപ്പൊ എന്തെങ്കിലും കുഴപ്പമില്ലാതെ കഴിച്ചിലേക്ക്. അപ്പൊ ഇതിൽ കൂടെ നേരെ പോയിട്ട് അപ്പുറത്തേക്ക് കാര്യത്തിന് കയറിക്കണേ. പക്ഷെ ഇവിടെ ഒന്നും കുഴപ്പമില്ല. അപ്പൊ എന്തെങ്കിലും ഇത് എടുത്തുകാണ്ട് അപ്പുറത്തേക്ക് ചാടുക. പക്ഷെ ഇവിടെ അങ്ങനെ റൂട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞാൻ എല്ലാം കാര്യത്തിന് പോണ പക്ഷെ ഇതിന്റെ മുകളിൽ കൂടെ പൊന്തികാണ്ടാ തോന്നുന്നുണ്ട് അപ്പുറത്ത് കിടക്കിലേക്ക്. പക്ഷെ പൊന്തിയപ്പോ റാമ്പും കാര്യത്തിന്റെ അപ്പൊ ആ റാമ്പും കൂടെ തന്നെ പോകേണ്ടി തോന്നുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും കൂടെ പോയത് മേപ്പെട്ട് കയറിയിട്ട് അപ്പുറത്തെ റാമ്പ് ഉണ്ട്. ഇനി എത്ര റാമ്പ് ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ ഒരു റാമ്പ് കൊണ്ടോ പക്ഷെ ഇങ്ങനെ നേരെ പോയാൽ മതി. പക്ഷെ ഇവിടെ ഒരു കണ്ടെയ്നർ കാര്യത്തിന് കണ്ടെയ്നർ കറങ്ങുന്നുണ്ട്. പക്ഷെ അത് നിൽക്കണ വരെ വെയിറ്റ് ചെയ്തിട്ട് പക്ഷെ അതിനെ സൈഡ് കഴിക്കണം. അപ്പൊ എന്തെങ്കിലും നേരെ അതിന്റെ മുകൾക്ക് കാര്യത്തിന് കയറി വെച്ച് 2 കൽപ്പിച്ചിട്ട് കയറിങ്ങനെ. പക്ഷെ കുറച്ച് കൂടിപ്പോയി എന്നാ തോന്നുന്നത്. അപ്പൊ അപ്പുറത്തേക്ക് പോകുന്നല്ലേ ബ്രേക്ക് കുറച്ചുകൂടെ മാത്രമായിട്ട് കിട്ടിയത്. എന്തായാലും ഞാൻ ബാക്ക് എടുത്താണ് നിൽക്കുന്നുണ്ട്. പക്ഷെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നപ്പോ സാധനം വന്നത്. അപ്പൊ എന്തായാലും ബെല്ലപ്പോണ് ഇവിടുന്ന് അങ്ങോട്ടോ ആയാലും പുറത്തേക്ക് വീണെങ്കിലും അപ്പൊ അത് നോക്കിക്കാണ്ടാണ് പോണത്. അപ്പൊ എന്തായാലും നല്ല ബെല്ലാണ് പോണത്. അപ്പുറത്ത് അങ്ങോട്ടൊന്നും പോകാതെ ഞാൻ കഷ്ടപ്പെട്ടത് എടുക്കുന്നത്. നമുക്ക് ആയുധം എടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര കഷ്ടപ്പാടും കാര്യത്തിന് വരുന്നത്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. ഇവിടുന്ന് നേരെ പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും ആയുധം കാര്യത്തിന് എത്താനിരിക്കുന്നത്. പക്ഷെ ഇവിടും കാര്യത്തിന് ആയുധം ഉണ്ട്. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ നോക്കിയൊക്കെ ആയുധം നമ്മളിന്ന് കാണില്ല. പക്ഷെ ഇവിടുന്ന് നോക്കിയൊക്കെ ആയുധം ഉണ്ട്. പക്ഷെ ആയുധം കാര്യത്തിന് കണ്ടില്ല. അപ്പൊ ഇതാണ് ആയുധം. ഇതായിട്ടാണ് ചെയ്ത് നമുക്ക് ബർക്കത്തും കാര്യത്തിന് ഉണ്ടെന്ന് പറഞ്ഞ് ബിസിനസ് നല്ല ഇതാവുന്ന പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അവിടുന്ന് വണ്ടി കാര്യത്തിന് ചാടിച്ചിട്ട് അപ്പൊ നമുക്ക് നേരെ ഇനി ജുറാസി പാർക്ക് പോകണം. അവിടുന്ന് നല്ലൊരു മരം നോക്കിയുണ്ട് വെട്ടണം. അപ്പൊ നമ്മൾ എന്തായാലും ജുറാസി പാർക്കിലും കാര്യത്തിന് കയറിയിരിക്കണേ. പക്ഷെ ഗേറ്റും കാര്യത്തിന് ഓപ്പൺ ചെയ്തത്. അപ്പൊ നല്ല മരം നോക്കിയാണ് നമുക്ക് വെട്ടിയെടുക്കാൻ. അപ്പൊ ആരും അറിയാൻ പാടില്ല വെട്ടിന് കാര്യത്തിൽ കുറച്ച് നടുക്ക് പോയിട്ട് വെട്ടാം. പക്ഷെ നമ്മൾ ഈ മരത്തിന് വെട്ടി വാള് കാര്യത്തിന് ഒറ്റ വെട്ടും കാര്യത്തിന് വെട്ടിയും പക്ഷെ മരം വീടുകയൊന്നുമില്ല. അപ്പൊ നമ്മൾ രണ്ടാമത് വെട്ടി പക്ഷെ രണ്ടാമത്തിൽ വെട്ട് വീഴുമെന്ന് അറിയില്ല. അപ്പൊ രണ്ടാമത്തെ വെട്ടിൽ അങ്ങനെ വീണിങ്ങനെ ഞാൻ വെട്ടിയ മരം നമ്മൾ ഒരാളെ ഏൽപ്പിച്ചാണ് കൊണ്ടാൻ വേണ്ടി. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകണം. അപ്പൊ 2 മണിക്കൂർ കൊണ്ട് ചെയ്ത് കഴിഞ്ഞ പണി കഴിഞ്ഞിക്കണെന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും നമുക്ക് നേരെ അവിടെ പോയി നോക്കാം എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന നേരെ നമ്മളെ കൊടുത്ത മരം കാര്യത്തിന് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാണിച്ചു തരാം ഗൈസ്. അപ്പൊ എല്ലാ വർക്കും കാര്യത്തിന് കഴിഞ്ഞ എല്ലാ വർക്കും ഇല്ല ഇനി കുറച്ച് വർക്കും കഴിച്ചപ്പോ ഇതാണ് ഫാമിന്റെ സെറ്റപ്പും കാര്യത്തിൽ ഇതൊക്കെ മരം വെച്ച് ചെയ്തതാണ്. അപ്പൊ അതിന്റെ അടിപൊളി ഫാം കാര്യത്തില് നമുക്ക് നേരെ കോഴികൾ അങ്ങനത്തെ ഐറ്റംസും കാര്യത്തിന് വെക്കാൻ പറ്റുന്നെങ്കിൽ എന്തായാലും നമുക്ക് നേരെ ഐഡിയ ഇല്ല എന്തൊക്കെ ചെയ്യും. നമ്മൾ ആദ്യമായിട്ട് ഈ ഫാം കൃഷിയും കാര്യത്തിന് തുടങ്ങാനുള്ള പ്ലാന്. അപ്പൊ എന്തായാലും നമുക്ക് പെട്ടെന്ന് ഉദിച്ചപ്പോ പെട്ടെന്ന് നമുക്ക് ഇവിടെ കുറെ ഫാമിന്റെ രീതി നമുക്കൊന്നും യാതൊരു ഇല്ല.
ഈ ഇച്ചിരി സെന്റിൽ നമ്മൾ സ്ഥലം കയറ്റാൻ തുടങ്ങി. അപ്പൊ ഇവിടെ കോഴിക്കളും കയറ്റുന്നുള്ള പ്ലാനിങ് കയറ്റുക. പിന്നെ നമ്മൾ ചെറുതായിട്ട് കൃഷിയും കയറ്റാൻ തുടങ്ങണം. അതിന്റെ പുറപ്പാടും കയറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ബൈക്ക് എടുത്താൽ നമ്മൾ നേരെ വീട്ടിലേക്ക് കയറ്റാൻ പോയിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാതെ വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് അപ്പൊ എന്തായാലും നമുക്ക് നേരെ അവിടെ പോയി നോക്കാം. കുറച്ച് പണി കയറ്റാൻ കഴിഞ്ഞ പറഞ്ഞത്. അപ്പൊ എല്ലാ പണി കയറ്റാൻ കഴിഞ്ഞിട്ട് അപ്പൊ നമ്മളെ പണി ഏൽപ്പിച്ചോലൊക്കെ പണി കഴിഞ്ഞൊക്കെ പോയിക്കണേ. അപ്പൊ നമ്മൾ ഇതേപോലെയൊക്കെ സെറ്റ് ചെയ്ത് അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. അതേപോലെ നമുക്ക് നേരെ കുറെ ആയുധം കയറ്റുന്ന ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞിട്ട് ചെറിയ കൃഷിയും കയറ്റുന്ന നമ്മൾ ചെയ്യുന്നുണ്ട്. 3 ഐറ്റംസ് കയറ്റും. പിന്നെ ഇവിടെ പശുക്കളും കയറ്റുന്ന വെച്ച് സെറ്റ് ചെയ്തിന്. അതേപോലെ കുറെ ഫാമിന്റെ രീതിയും കയറ്റുന്നുണ്ട്. കോഴിക്കളെ കയറ്റി വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. കോഴിക്കളിലുള്ള മണ്ണും കയറ്റുന്നുണ്ട്. പിന്നെ അത് ചെറിയ കിണറും കയറ്റുന്നുണ്ട്. വെള്ളത്തിന് ആവശ്യമുള്ള കിണറും കയറ്റുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ സെറ്റപ്പ് ചെയ്യണം. ഇവിടെ കുയ്യൊക്കെയാണ് 3 ഐറ്റംസും കയറ്റുന്നത് ഞങ്ങൾക്ക്. അപ്പൊ 3 അതേപോലെ വരുമ്പ് കാട്ടി സെറ്റപ്പ് ചെയ്യണം. അപ്പൊ അതൊക്കെ സെറ്റപ്പ് ചെയ്ത് കാണിച്ചില്ല. അപ്പൊ ഞാൻ 3 ആക്കിയാലും നനച്ച് കൊടുക്കണം. അതിൽ വിത്തും കയറ്റിട്ടാണ് നനച്ച് കൊടുക്കണം. അപ്പൊ വിത്തും കയറ്റിന് മുന്നേറ്റ് നനച്ച് കൊടുക്കാന്ന് വിചാരിച്ച് അപ്പൊ അതിൽ വിത്തും ഭാഗം ഇതിന് മുന്നേറ്റ് നനച്ച് കൊടുത്തിട്ട് വിത്ത് ഇടാൻ വെച്ച് അങ്ങനെ ഇതൊക്കെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കണേ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ടൊക്കെ നോക്കിയാൽ എല്ലാതും ചെയ്തിരുന്നു. അവിടെ ഒന്ന് ഒഴിച്ചിട്ട് ഇവിടെ എന്താ മണ്ണ് കൊണ്ടുപോയി കൂട്ടിയിട്ടുള്ള സ്ഥലം കാര്യത്തിന് ഞാൻ ഇതൊരു വിത്തും കാര്യത്തിന് വെച്ച് അപ്പൊ അതിന്റെ മുന്നേറ്റ് ചെറിയൊരു വിത്തും കാര്യത്തിന് എന്നിട്ട് വലിയ വിത്തും കാര്യത്തിന് വെച്ച് സെറ്റപ്പ് ചെയ്ത് കാണിച്ചിട്ട് പക്ഷെയാണ് എല്ലാ വിത്തും സെറ്റപ്പ് ചെയ്ത് ഇതിൽ ഫസ്റ്റ് ഉള്ളിൽ ചോളം കാര്യത്തിന് അപ്പൊ രണ്ടാമത്തിൽ ക്യാരറ്റും കാര്യത്തിന് പിന്നെ മൂന്നാമത്തെ തക്കാളി കാര്യത്തിന്. അപ്പൊ ഇതിൽ 3 ഇങ്ങനെ നമ്മളെ പ്ലാനിങ് കാര്യത്തിന് വിത്തിട്ടാണ്. അപ്പൊ വിത്ത് കാര്യത്തിന് ഇട്ടതല്ല നമ്മള് ഇതേപോലെ വിത്ത് മേങ്ങാണ് ഇങ്ങനെ ഇട്ടാണ്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചെയ്യും ഉണ്ടാവാൻ വേണ്ടി. അപ്പൊ നമ്മൾ തിരിച്ച് നമ്മള് പണിക്കും കാര്യത്തിന് പോകണം. എന്തായാലും വെറുതെ പണിയും കാര്യത്തിന് ഒഴിവാക്കാൻ വെച്ചിട്ട് നമ്മൾ പണിക്കും കാര്യത്തിന് പോകാം. അപ്പൊ എന്തായാലും രാവിലെ കാര്യത്തിന് അതിന് വന്നതിന് അപ്പൊ എന്തായാലും കുഴപ്പമില്ലാതെ നമ്മൾ പണിക്കും കാര്യത്തിന് ലീവ് ആക്കാൻ വെച്ചിട്ട് പണിക്കും കാര്യത്തിന് പോകാൻ. എന്തായാലും ഇനി പണിക്ക് പോയി നേരം വൈകി പോയി എന്ത് കുഴപ്പമുണ്ടാവുന്ന അറിയില്ല. അങ്ങനെ രണ്ടാമത്തെ ദിവസം അപ്പൊ ഒരു ദിവസം പെട്ടെന്ന് കാര്യത്തിന് കഴിഞ്ഞപ്പോ നമുക്ക് ഫാമൊക്കെ കാര്യത്തിന് കുറച്ച് അനിമലും കാര്യത്തിന് വേണം. അപ്പൊ നമ്മൾ സൂക്കും കാര്യത്തിന് പോവാണ്. അപ്പൊ കുറച്ച് ദൂരം ഉണ്ട് സൂക്കും കാര്യത്തിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ സൂക്കും കാര്യത്തിന് എത്തി. അപ്പൊ കുറച്ച് ഇവിടെ അനിമലും കാര്യത്തിന് വന്നിരുന്നതാണ്. അപ്പൊ ഇവിടുന്ന് അനിമലും കാര്യത്തിന് മേങ്ങ വെച്ചിട്ട് വന്നതാണ്. അപ്പൊ അങ്ങനെ കുറച്ച് അനിമലും കാര്യത്തില്ല ബാക്കിയൊക്കെ നമ്മൾ വിറ്റും കഴിഞ്ഞ് നമ്മളെ കുറച്ച് ആൾക്കാർ പറഞ്ഞത്. അപ്പൊ എന്തായാലും അനിമലും കാര്യത്തിന്റെ കുറെ ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് നേരെ ഈ 3 മേഖല 2 എന്തെങ്കിലും മേങ്ങണ്ടി. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അനിമലും കാര്യത്തിന് കിട്ടിയത്. അപ്പൊ ഇവിടെ സംസാരിച്ചൊക്കെ ആരോടും ഉണ്ട് സംസാരിക്കാണ്ടെന്നല്ല ഇവിടെ ആരും കാണില്ല. ഇവിടെ അനിമലിന് 2 അനിമലും കാര്യത്തിന് എനിക്ക് വേണം. എനിക്കൊരു ഫാമും കാര്യത്തിന് തുടങ്ങി. ഫ്രാങ്കിൽ കാര്യത്തിനാണ്. അപ്പൊ ഫാം തുടങ്ങി അപ്പൊ നമ്മളോട് എത്തിച്ചിട്ട് പറഞ്ഞപ്പോ നമ്മള് ഫാമും കാര്യത്തിന് പറഞ്ഞപ്പോൾ എനിക്ക് ഫാമും കാര്യത്തിന് മനസ്സിലാക്കുന്നത് പക്ഷെ നമ്മള് ഫാമും കാര്യത്തിന് ആരെ അറിയിച്ചാലാണ് തുടങ്ങിയത്. പക്ഷെ കുറെ ആൾക്കാർക്ക് അറിയുന്നതായിരുന്നു തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഫാമുക്ക് പോയേക്കാം. അപ്പൊ എന്തായാലും ഫാമുക്ക് പോകാനായിട്ട് നമുക്ക് റൂമുക്ക് കാര്യത്തിന് പോകണം. അവിടുന്ന് ട്രാക്ടറും കാര്യത്തിന് എടുക്കാണ്ട്. അപ്പൊ അവിടുന്ന് ഒരു പുതിയ ട്രാക്ടർ അല്ലെ പഴയ ട്രാക്ടറും കാര്യത്തിനുണ്ട്. ഓൾഡ് ട്രാക്ടറും കാര്യത്തിന് അത് ഏതെങ്കിലും ഒന്ന് എടുക്കണം. ഷോറൂമിലും കാര്യത്തിന് എത്തി. അപ്പൊ വണ്ടിയും കാര്യത്തിന് ഉണ്ട്. അപ്പൊ എന്തായാലും നോക്കിയൊക്കെ വണ്ടി പുതിയതുണ്ട്. അതേപോലെ ട്രാക്ടറും കാര്യത്തിന് ഉണ്ടാകുന്ന അറിയാം. അപ്പൊ നമുക്ക് നല്ല പഴക്കാല ട്രാക്ടർ കിട്ടിയാലും കുഴപ്പമില്ല. നമ്മൾ തൽക്കാലത്തിനും കാര്യത്തിന് ഒരു കെമിക്കലും കാര്യത്തിന് മേങ്ങാൻ വേണ്ടി അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ട്രാക്ടറും കാര്യത്തിന്. ട്രാക്ടർ അല്ലാതെ വണ്ടിയിൽ വെച്ച് കൊണ്ടുവരാനൊന്നും പറ്റില്ല. അപ്പൊ നമ്മളെ വണ്ടി നോക്കണ വണ്ടി ഒന്നും ഇല്ല. ഇവിടെ പുതിയ മോഡൽ വണ്ടിയും കാര്യത്തിനുണ്ട്. നമ്മൾ നോക്കണ വണ്ടിയും കാര്യത്തിനില്ല. അപ്പൊ അതിന്റെ ഓണറിനോട് സംസാരിച്ചൊക്കെ ഇതിന്റെ ഓണറും കാര്യത്തിന് പെടില്ല. അപ്പൊ എന്തായാലും കാറും കാര്യത്തിന് ഇവിടെ അടിപൊളി കാര്യത്തിന്. അപ്പൊ ഓണറും കാര്യത്തിന് മുകളിലുണ്ടാകാൻ സാധ്യത. അപ്പൊ മുകൾക്ക് കയറിയൊക്കെ മുകൾക്ക് കയറി ഓണറും കാര്യത്തിന് പെടണ്ടേ. പക്ഷെ ഓണറും കാര്യത്തിന് അവിടെ നമുക്ക് എന്തായാലും ഓണറിനോട് സംസാരിച്ച് നോക്കാം. സാറേ എനിക്കൊരു ട്രാക്ടറും കാര്യത്തിന് ഡെലിവറി കഴിഞ്ഞപ്പോ രണ്ടാമത് ബുക്കും അരമണിക്കൂർ കൊണ്ട് അരമണിക്കൂർ കൊണ്ട് അപ്പൊ നമ്മളോട് അരമണിക്കൂർ എത്തുന്ന പറഞ്ഞേ. അപ്പൊ നമുക്ക് 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം താഴത്തും കാര്യത്തിന് ഇറങ്ങാം. അപ്പോൾ തന്നെ അവിടെ ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും 5 മിനിറ്റും കാര്യത്തിന് കഴിഞ്ഞത്. അപ്പൊ നമ്മൾ താഴത്തുകനെ പക്ഷെ അതേപോലെ തന്നെ വണ്ടി കാര്യത്തിന് എത്തി. അപ്പൊ പഴയ ട്രാക്ടറും കാര്യത്തിന് നമുക്ക് ഏത് ട്രാക്ടറും കാര്യത്തിൽ കിട്ടിയാൽ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ട്രാക്ടറും കാണിച്ചില്ല. പക്ഷെ ഇതാണ് ട്രാക്ടറും കാര്യത്തിന്. അപ്പൊ അത് ലോക്കൽ ട്രാക്ടർ. അപ്പൊ നമുക്ക് തൽക്കാലത്തിന് തന്നെ മതി. അപ്പൊ ഇതിൽ എടുത്താൽ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്കും കാര്യത്തിന് പോകണം. ഫാമിൽ കൃഷി ചെയ്തത് എന്താ ഉണ്ടെന്നൊക്കെ പോയി നോക്കണം. അപ്പൊ നമ്മൾ പുറത്തും കാര്യത്തിന് ഇറങ്ങി. പക്ഷെ ഇതിൽ നമുക്ക് കെമിക്കലും കാര്യത്തിന് കൊണ്ടുപോകാം. ചെറിയൊരു ബോട്ടിൽ കെമിക്കലും കാര്യത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് കാര്യത്തിന്. അപ്പൊ എന്തെങ്കിലും കാറിന്റെ കാര്യത്തിന് വെച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. എന്തെങ്കിലും നമ്മൾ ഫാമിലും കാര്യത്തിന് എത്തിന്. പക്ഷെ ഇപ്പൊ ഇത് കൃഷി ചെയ്തൊക്കെ നല്ല ബലതേക്കണം. നമ്മള് ചോള അതേപോലെ തന്നെ ക്യാരറ്റും കാര്യത്തിന് ഉണ്ടായിരുന്നത്. ക്യാരറ്റ് അതേപോലെ തക്കാളിയും കാര്യത്തിന് അപ്പുറത്തുണ്ട്. തക്കാളിയും കാര്യത്തിന് ഉണ്ടായി സൂപ്പർ ആയിരിക്കണം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ കെമിക്കലും കാര്യത്തിന് കൊണ്ടുപോയിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് കേട് വരാൻ സാധ്യതയുണ്ട്. അതിൽ ഇപ്പൊ തന്നെ കെമിക്കൽ ഒഴിച്ചാൽ സമയം കാര്യത്തിന് നിൽക്കണേ. അപ്പൊ അതിൽ കെമിക്കൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിലും കാര്യത്തിന് അതിന് മുന്നേ നമ്മൾ കെമിക്കലിന്റെ ഷോപ്പും കാര്യത്തിന് ഇവിടെ ഉണ്ട്. അപ്പൊ ഷോപ്പിൽ നിന്ന് മേങ്ങ അരച്ച് അപ്പൊ അതേ ഷോപ്പിലും കാര്യത്തിന് ഇപ്പൊ ഇതാണ് ഷോപ്പും കാര്യത്തിന് ഇവിടെ കാലം ഇപ്പൊ എന്താ ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും നമുക്ക് നേരെ അത് നോക്കട്ടെ. ഈ കെമിക്കലും കാര്യത്തിന് മേങ്ങ നമുക്ക് ഈ വണ്ടിയിലിട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ വണ്ടിയും കാര്യത്തിന് മേങ്ങ. അപ്പൊ ഇതിന്റെ ഉള്ളിലുണ്ടാവും കെമിക്കലും കാര്യത്തിന്. കെമിക്കലും കാര്യത്തിന് മേങ്ങി വണ്ടിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വണ്ടി എടുത്ത് നമ്മൾ പോവാണ്. അപ്പൊ കെമിക്കലും കാര്യത്തിന് ബാക്കിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ കെമിക്കൽ നമ്മൾ വണ്ടിയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത വണ്ടിയിൽ യൂസ് ചെയ്ത വണ്ടി ഡോറും കാര്യത്തിന് എടുക്കുമ്പോൾ നല്ല സ്മെല്ലിങ് കാര്യത്തിന്. അതുകൊണ്ടാണ് ഞാൻ വണ്ടിയിലും കാര്യത്തിന് കൊണ്ടുവരാത്തത്. അതിനാണ് ഈ വണ്ടി തൽക്കാലത്ത് യൂസ് ചെയ്തത്. അപ്പൊ നമ്മൾ തക്കാളിയും കാര്യത്തിന് നല്ല വലുതായും തക്കാളിന്റെ മുകളിൽ എന്താ കഴിച്ചത് ഒരു സൈസ് പീയും കാര്യത്തിന് തക്കാളിന്റെ മുകളിലും കാര്യത്തിനുണ്ട്. പക്ഷെ ഇത് തക്കാളിന്റെ മുകളിൽ മാത്രമല്ല തോന്നുന്നുണ്ട്. പക്ഷെ അപ്പുറത്തെ ക്യാരറ്റിന്റെ മുകളിലുണ്ട് തോന്നുന്നത്. പക്ഷെ ഇവിടെ തക്കാളിന്റെ ഇതിന്റെ മുകളിലും കാര്യത്തിന് ഒരു സൈസ് പീക്കളും കാര്യത്തിനുണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാത്തിലും ഉണ്ടാ തോന്നുന്നത്. അപ്പൊ നമുക്ക് അത്തിലും കാര്യത്തിന് നോക്കി ഇതിലും കാര്യത്തിനുണ്ട്. പക്ഷെ ഇത്
എല്ലാത്തിലും ഉണ്ട്, അത് സംശയം ഉണ്ട്. അപ്പൊ ഇതിലും മുകളിലൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ അപ്പൊ അത് അതിലും ഉണ്ട്, ഇതിലും ചോളത്തിലും എല്ലാത്തിലും ഉണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഇത് എന്ത് സംഭവം കെമിക്കൽ അടിച്ചാൽ തന്നെ കേടാൻ തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കെമിക്കൽ ഏതായാലും മീനില്ല, ആ കെമിക്കലും കാര്യത്തിന് അടിച്ചു നോക്കുന്ന മാറി പോയ കയറാം. അപ്പൊ എന്തായാലും കെമിക്കലും കാര്യത്തിന്റെ ഉള്ളിൽ കാര്യത്തിന് വെച്ചിന്. അപ്പൊ ആ കെമിക്കലും കാര്യത്തിന് എടുത്താൽ നമുക്ക് അടിച്ചു നോക്കാം. കെമിക്കൽ അടിച്ചാൽ തന്നെ പോയെങ്കിൽ പോയി. അപ്പൊ എന്തായാലും നമുക്ക് കെമിക്കലും കാര്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. കെമിക്കൽ ഒഴിക്കാൻ നേരം വൈകിട്ടാണോന്നൊന്നും അറിയില്ല. കെമിക്കൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഒഴിക്കണ്ടേ, പക്ഷെ നമ്മൾ തക്കാളി ഇതൊക്കെ ഉണ്ടായതിന്റെ ശേഷം നമ്മൾ ഒഴിക്കണം. അപ്പൊ എന്തായാലും നമുക്ക് അറിയില്ല. അപ്പൊ ഞാൻ തിരിച്ച് വീട്ടും കാര്യത്തിന് പോകണം. അപ്പൊ എന്തായാലും സങ്കടം കാര്യത്തിന് കെമിക്കലും കാര്യത്തിന് ഒറ്റിച്ചിക്കണേ. അങ്ങനെ ഇന്ന് മൂന്നാമത്തെ ദിവസം കാര്യത്തിലേക്ക്. അപ്പൊ ഇന്ന് നമ്മള് ഫാമുക്കും കാര്യത്തിന് പോകണം. അപ്പൊ എന്തായാലും വണ്ടി കാര്യത്തിൽ നമുക്ക് നേരെ പെട്ടെന്ന് ഫാമുക്കും കാര്യത്തിന് പോകാം. അപ്പൊ ഇന്നലെ പീക്കളും കാര്യത്തിനും ഉണ്ടായില്ല. അപ്പൊ എന്താ സംഭവം എന്ന് പറയുമ്പോൾ കെമിക്കലും കാര്യത്തിന് ഉറ്റിച്ചാണ് പോകുന്നത്. അപ്പൊ ഫാമിൽ എന്താ അവസ്ഥ എന്നൊന്ന് പോയി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. പക്ഷേ ഫാമിലും കാര്യത്തിലും അപ്പൊ നമുക്ക് നോക്കാം പീക്കള്. പക്ഷെ അപ്പൊ പീക്കൾ അപ്പൊ 4 പീക്കൾ കാര്യത്തിൽ പക്ഷെ നല്ല വലുപ്പത്തിലേക്കാണ്. പക്ഷെ ആദ്യത്തെ പീക്കളും കാര്യത്തിന് പോയി ഇപ്പൊ ആകെ 4 പീക്കൾ. ഇപ്പൊ എല്ലാത്തിലും പീക്കളൊന്നുമില്ല, ആകെ 4 പീക്കളുണ്ട്. അതപ്പോ 2 കള്ളിയിലായിട്ട് 2 നീച്ച നിൽക്കണം. ഇപ്പൊ എന്താ സംഭവം എന്നറിയില്ല. ഈ കെമിക്കൽ ഒറ്റിച്ചിട്ട് ഈ പീക്കളും കാര്യത്തിന് ബല്ലേക്ക് നല്ല വലിപ്പമുള്ള പീക്കളും കയറ്റുന്നുണ്ട്. പക്ഷെ ആദ്യം കുറെ പീക്കൾ, ഇപ്പൊ ആ കുറെ പീക്കളിലൊക്കെ പോയാണ് ഇപ്പൊ ആകെ 4 പീക്കളും കയറ്റുന്നത്. അത് 4 പീക്കളിൽ നിന്ന് വലിയ പീക്കളും കാര്യത്തിന് അയക്കണം. അപ്പൊ എന്തായാലും നമ്മൾ ഇതും കാര്യത്തിന് ഊരി ഒഴിവാക്കാനുള്ള പ്ലാനും കാര്യത്തിന്. അപ്പൊ ഇത് ഉണ്ടാക്കിയിട്ട് കാര്യം. അപ്പൊ ഇതൊക്കെ നമ്മൾ ഊരിയാണ് ഒരു മൂലക്കിലും കാര്യത്തിന് വെച്ച് ഇതിലും കെമിക്കലും കാര്യത്തിന് ഉണ്ടാവില്ലേ. അപ്പൊ ഇതൊക്കെയാണ് ഊരിയും കാര്യത്തിന് വെച്ചിട്ട്. അപ്പൊ ഇതൊക്കെ സൈഡിലും കാര്യത്തിന് വെച്ച് ഇത് പീക്കാലത്തൊന്ന് കാര്യത്തിന് നമുക്ക് എങ്ങനെയെങ്കിലും വിറ്റ് കച്ചവടം ഉണ്ടാക്കാം. ഏതായാലും നമ്മളെ കച്ചവട കാര്യത്തിന് മൂഞ്ചി കെടുക്കണം. അപ്പൊ എന്തായാലും ഇതെല്ലാം മൂഞ്ചി നമ്മൾ ഉണ്ടാക്കാനുള്ള അതിലൊക്കെ പ്ലാനും കാര്യത്തിന് പോയിക്കണേ. അങ്ങനെ നമ്മളെ ഫാം ബിസിനസ്സും കാര്യത്തിന് പൊട്ടിക്കണം. അപ്പൊ എന്തായാലും പൊട്ടിയ സങ്കടത്തിൽ നമ്മൾ വീട്ടും കാര്യത്തിന് പോകണം. അപ്പൊ ഇനി ഒന്നും ചെയ്യാൻ പറ്റും, നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ രാത്രിയും കാര്യത്തിനെങ്കിൽ അപ്പൊ നമ്മൾ ഓട്ടോ ഓടിക്കാൻ നമ്മൾ വീട്ടും കാര്യത്തിന് പോകണം. അപ്പൊ എന്തായാലും സങ്കട കാര്യത്തിന് എപ്പോഴും ഉണ്ടായിരുന്നത് നമ്മൾ ഓട്ടോ ഓടാതെ പോകാൻ പറ്റില്ലല്ലോ. എന്തായാലും നമ്മൾ ലൈഫ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പൈസ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓട്ടത്തിനും കാര്യത്തിന് പോയി നമ്മൾ നല്ല സങ്കടത്തിൽ കേടുന്നത് നമ്മള് നേരെ നമുക്ക് നീച്ചപ്പോൾ നമ്മൾ ഓട്ടോ ഓടാനും കാര്യത്തിന് പോയി ഒക്കെ മൂഡ് ഓഫും കാര്യത്തിനേക്കും. അപ്പൊ എന്തായാലും നമ്മൾ ക്ഷീണം കാര്യത്തിനുണ്ട്. അപ്പൊ അതിൽ കെടുക്കാൻ വെച്ച് പോവാണ്. നല്ല ക്ഷീണം, നല്ല സങ്കടം കാര്യത്തിന് കുറെ പൈസ കാര്യത്തിന് മുടക്കിയതും കാര്യത്തിന് എന്നാലും നല്ല സങ്കടം കാര്യത്തിന് എന്തൊക്കെ സംഭവിച്ചൊന്നും നമുക്ക് യാതൊരു ഐഡിയ. അപ്പൊ എന്തെങ്കിലും കേടുന്ന ആരും കാണാം.